ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ജേണീസ് ഓഫ് കപ്പിത്താൻ. നമ്മുടെ കപ്പൽ കഴിഞ്ഞ 10-20 ദിവസങ്ങളായിട്ട് കടലിലായിട്ട്. അപ്പോൾ കടലിൽ ഇങ്ങനെ ആടിയും വലിഞ്ഞിട്ടൊക്കെ പാടെ നമ്മുടെ കപ്പലിപ്പോൾ നെതർലാൻഡിലെ റോട്ടർഡാം എന്ന പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ന് നമ്മളെ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന പൈലറ്റുമാർ കപ്പലിലേക്ക് വരാൻ പോകുന്നത് ഹെലികോപ്റ്ററിലാണ്. സാധാരണ ബോട്ടിലാണ് നമ്മുടെ പൈലറ്റ്സ്മാരൊക്കെ വരാറുള്ളത്. പക്ഷേ ഈ വെതറൊക്കെ റഫായി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കപ്പലിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഇവർ ഈ ഹെലികോപ്റ്ററിൽ വരിക. സാധാരണ ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ ഈ നെതർലാൻഡിലൊക്കെ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെങ്കിലും അവർക്ക് തോന്നിയാൽ അവർ സാധാരണ ഇതുപോലെ ഹെലികോപ്റ്ററിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെലികോപ്റ്റർക്ക് വരുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഹെലികോപ്റ്റർ നമ്മുടെ കപ്പലിൽ ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മുടെ കപ്പലിൽ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, സപ്പോസ് ഈ ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ എവിടെയെങ്കിലും ഇടിച്ച് പണ്ടാരടങ്ങുകയോ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ എവിടെയെങ്കിലും ഇടിക്കുകയോ അല്ലെങ്കിൽ ആ ഹെലികോപ്റ്റർ കാരണം എന്തെങ്കിലും തീപിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പലിലെ ഫയർ ഫൈറ്റേഴ്സിനെയൊക്കെ റെഡിയാക്കിയിട്ട് നിർത്തണം. അപ്പോൾ അവർ ഈ ഫയർ പമ്പ് വഴി ചാർജ് ആയിട്ടുള്ള ഫയർ ഹോസും അതുപോലെ ഫയർമാൻ സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ എമർജൻസിനെ ഷട്ടപ്പെട്ടെന്ന് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇല്ലാതെ തന്നെ എമർജൻസികളെ മുൻകൂട്ടി കണ്ട് അതിന് തയ്യാറായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ ഫയർമാൻ സ്യൂട്ടും അതുപോലെ ഫയർ ഹോസൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ സൈഡിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സും പോർട്ടബിൾ എക്സ്റ്റിങ്ക്വിഷറും സെമി പോർട്ടബിൾ എക്സ്റ്റിങ്ക്വിഷറും എല്ലാം സ്റ്റാൻഡ് ബൈ ആണ്. ക്ലാ ക്ലി ക്ലു സുമേഷ് മുറ്റത്തേക്ക് ഇറങ്ങി അതാ മുറ്റത്തൊരു മൈന എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ദേ അങ്ങോട്ട് നോക്കും നമ്മുടെ ഹെലികോപ്റ്റർ കപ്പലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ വരുന്ന പൈലറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിലേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ തള്ളി മറിക്കാം. അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല. അവർ വന്നു, അവരെ ഇനി നമ്മൾ റിസീവ് ചെയ്തിട്ട് ഈ പൈലറ്റുമാർ, ഒരാൾ ലേഡിയാണ്, ഒരാൾ മെനുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ബ്രിഡ്ജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അവർ ബ്രിഡ്ജിൽ പോയി കഴിഞ്ഞിട്ട് ക്യാപ്റ്റനുമായി ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കപ്പൽ കൊണ്ടുപോകുന്നത് ഇവരുടെ അഡ്വൈസിനും ക്യാപ്റ്റൻ്റെ കമാൻഡിനും അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, കപ്പൽ പുറംകടലിൽ നിന്ന് വരുമ്പോൾ അകത്തേക്ക് കൊണ്ടുവരാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ലോക്കലി ആയിട്ട് വരുന്ന ഒരാളാണ് പൈലറ്റ്. ലോക്കൽ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളെന്നാണ് കേട്ടോ, അല്ലാണ്ട് ഒരു ലോക്കൽ ചെങ്ങായി വന്നു എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൈലറ്റുമാർ 2 പേരും കപ്പലിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ 2 പേരെയും നമ്മൾ ബ്രിഡ്ജിലേക്ക് ആദ്യം കൊണ്ടുപോയിട്ട് അവിടെ അവരെ ക്യാപ്റ്റന് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ക്യാപ്റ്റനും പൈലറ്റും കൂടിയാണ് കപ്പലിനെ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആദ്യം ഈ ക്യാപ്റ്റനും പൈലറ്റും കൂടി ഒരു ഡിസ്കഷനൊക്കെ നടത്തും. കപ്പലിനെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകരുത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് അവർ തമ്മിലൊരു തീരുമാനത്തിലെത്തുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം, അതാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ഒരു തീരുമാനമൊക്കെ എഴുതി ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ കപ്പലിനെടുക്കുക. അപ്പോൾ അങ്ങനെ കപ്പലിനൊക്കെ ഞങ്ങൾ കെട്ടിയിട്ടു കേട്ടോ. കപ്പലിൽ കാർഗോ ഓപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കപ്പൽ കെട്ടിയിടുന്നതിനെ പറ്റിയിട്ടാണല്ലേ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കപ്പലിനെ കെട്ടിയിടാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണോ കപ്പിത്താനെ താൻ ഈ കാറിൽ എങ്ങനെയാണോ പോണ് എന്നാണ് നിങ്ങൾ ആലോചിക്കണമെങ്കിൽ, കപ്പൽ കെട്ടിയിട്ടു, കാർഗോ ഓപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ കമ്പനി പറഞ്ഞത്, മക്കളെ നിങ്ങൾക്ക് ആർക്കും വാക്സിൻ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് വാക്സിൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ കപ്പലിലുള്ളതിൽ 18 ഉള്ള ക്രൂവിൽ 90% ആൾക്കാരുടെ മേത്തും വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്പനി മുൻകൈ എടുത്തിട്ട് ഇവിടെ നെതർലാൻഡിൽ ജോൺസൻ്റെ വാക്സിൻ എടുക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്സിൻ എടുക്കാൻ വേണ്ടി നമ്മളുടെ കപ്പലിൽ നിന്ന് ടാക്സിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നെതർലാൻഡിലെ വഴികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുള്ള റോഡുകളൊക്കെയാണുള്ളത്. ഒരു പക്ഷേ ഈ ദുബായിലുള്ള ആൾക്കാർ വേണമെങ്കിൽ ഷേഖ് സായിദ് റോഡൊക്കെ അത് കണ്ടു നോക്കട ചെക്ക, എന്നിട്ട് ഇതുപോലെ തന്നെയാണെങ്കിൽ അത് ഡയലോഗ് അടിക്കാൻ വാ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാനതിനെതിരല്ല. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ നിങ്ങളുടെ ഷേഖ് സായിദ് റോഡിലെ പോലെ ട്രാഫിക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കേട്ടോ, 2 സൈഡിലും അതിമനോഹരമായിട്ടുള്ള പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ല അടിപൊളി ഒരു പുഴ അല്ലെങ്കിൽ ഒരു നദി അല്ലെങ്കിൽ ഒരു തടാകം
അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി സുന്ദരമായ ഏറ്റവും ഒരു തവണയല്ല കേട്ടോ, പല തവണ ഡ്രൈവ് ചെയ്യാനൊക്കെ തോന്നുന്ന റോഡിലൂടെ നമ്മുടെ ടാക്സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ക്ലിനിക്കിൽ ഒരു ഡോക്ടർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നേഴ്സല്ല ഇവിടെ ഇഞ്ചെക്റ്റ് ചെയ്യാറുള്ളത് സാധാരണ എന്നാണ് നമ്മുടെ ടാക്സി ഡ്രൈവറായിട്ടുള്ള ഫ്രെഡി എന്ന് വേണമെങ്കിൽ വിളിക്കാം അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ എത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പോയാലോ എന്ന പേടിയിൽ നമ്മൾ ടാക്സി ഡ്രൈവർ അതിഭീകരമായിട്ടുള്ള സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നദിയും അതിൻ്റെ സൈഡിൽ അലോങ് സൈഡ് നിൽക്കുന്ന ചെറിയ ബോട്ടുകളൊക്കെ കാണാം. ഇതിങ്ങനെ കാണുമ്പോഴേ ഇവിടെ നിന്നല്ല കേട്ടോ, ലോകത്തിൻ്റെ എവിടെയും ഇതുപോലത്തെ സെറ്റപ്പുകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ദൈവമേ, എൻ്റെ നാട്ടിൽ 44ഓളം നദികളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യാത്തത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ആ തോന്നലൊക്കെ നാട്ടിൽ പോകുമ്പോൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ആ യാത്രയ്ക്ക് ശേഷം, ആ ഒരു ട്രിപ്പിന് ശേഷം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ കപ്പലിലുള്ള ക്രൂ ആണ് ഇരിക്കുന്നതൊക്കെ. ബോസും എന്താ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്തോ ഒരു വളിഞ്ഞ കോമഡി അടിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ കേട്ടോ, ആൾ നല്ലൊരു കോമഡിക്കാരൻ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ടേൺ വന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ മുമ്പിലേക്ക് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ബിരിയാണി കൊടുത്തെങ്കിലും എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഞങ്ങളിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാക്സിൻ എടുക്കാൻ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കോഫിയും സ്നാക്സൊക്കെ തരും കേട്ടോ. നമ്മുടെ നാട്ടിലങ്ങനെ കോഫിയും സ്നാക്സും കൊടുക്കാൻ പോയിട്ട് വാക്സിൻ കൊടുക്കാൻ തന്നെ ഇല്ലാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വാക്സിൻ കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ വാക്സിൻ എടുക്കാനുള്ള സെൽഫി എടുക്കാനുള്ള മത്സരമാണ് ഞാൻ ഏറെക്കുറെ എല്ലാവരും കാണിക്കുന്നത് കണ്ടത്. ഞാനും മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കൊച്ചിക്കാരനായിട്ടുള്ള സഫീർ എബിയാണ്. സഫീറാണ് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടേൺ. അവനോട് എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ക്യാമറ കൊടുത്തെങ്കിലും പഹയനത് എടുത്തില്ല. അവൻ ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്തിട്ട് എന്നെ പറ്റിച്ചു. അപ്പോൾ ഇവരാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇവരുടെ പേര് ജസീക്ക എന്നായിരുന്നു. അങ്ങനെ വാക്സിനൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് കപ്പലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നെതർലാൻഡിലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വിൻഡ് ഫാംസ് കാണാൻ പറ്റും. നമ്മുടെ എന്താ പറയുന്നത്, റിന്യൂവബിൾ എനർജി, കാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരുപാട് വിൻഡ് മിൽസ് ഉണ്ട്. അതുമാത്രമല്ല, അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഏറ്റവും കാറ്റടിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അത്. ഇത് മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടി നമ്മൾ മുന്നിലേക്ക് പോയാൽ ഈ ഒരു കുറച്ച് ഫ്രണ്ടിൽ നിങ്ങൾക്ക് കുറേ ഷീറ്റുകൾ പോലെ കാണുന്നില്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഈ സെവൻസ് ഫുട്ബോൾ നടക്കുന്ന ഫ്ലഡ് ലൈറ്റിൻ്റെ സമയത്ത് ഇതുപോലത്തെ പാളി വെച്ചിട്ടാണ് ഇതുപോലത്തെ തകരത്തിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ സ്റ്റേഡിയം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതുപോലത്തെ സെവൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയം ആണെന്നുള്ളത്. പക്ഷേ നമ്മുടെ കാർ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും ആ ഒരു ജിജ്ഞാസ കൊണ്ട് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലും ഫ്ലഡ് ലൈറ്റും സെവൻസൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത്, ഈ ഭാഗത്താണ് ഇവരുടെ ഈ ബോട്ടുകൾ നിർത്താനുള്ള ഒരു ബേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ബോട്ടുകളൊക്കെ വൈകുന്നേരം കെട്ടിയിടാനുള്ള ഒരു ബേ ആണ്. അപ്പോൾ പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള കാറ്റടിച്ചതുകൊണ്ട് ഇവിടുത്തെ ബോട്ടുകൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് ഇവിടുത്തെ ബോട്ടിൻ്റെ മുതലാളിമാർ സർക്കാരിനോട് പറഞ്ഞപ്പോൾ സർക്കാർ അവിടെ കാറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിലെ സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്നവർ അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് വിൻഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, വിൻഡിൻ്റെ ഫോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സാണിത്. ഇതിൻ്റെ ടെക്നിക്കലി എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഐ ആം സോറി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതുപോലത്തെ ഈ ഒരു സപ്പോർട്ടാണ്. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന വലിയ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പാലം ഉണ്ടാക്കിയ പോലത്തെ സാധനമല്ല കേട്ടോ, നല്ല ബലമുള്ളത് തന്നെ ആയിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം യൂറോപ്പിൽ അത്രത്തന്നെ കക്കലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തെങ്കിലാവട്ടെ, നമ്മൾ തിരിച്ച് കപ്പലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ഇപ്പോൾ ഏകദേശം ഡിസ്ചാർജിങ് ഓപ്പറേഷൻസൊക്കെ ഏകദേശം ഒരു സൈഡ് വരെ ആയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ചെന്നിട്ട് വേണം ഡ്യൂട്ടി ഓഫീസേഴ്സിന് വന്നിട്ട് അടുത്ത ട്രിപ്പിൽ എന്ത് ചെയ്യാൻ, ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പോർട്ട് ലിമിറ്റിന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിപ്പുകളും കണ്ടെയ്നറുകളും ഒക്കെ കാണാൻ കഴിയുന്നത്. പോർട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിനിടയിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ, അതോ ഇനിയും വാക്സിൻ കിട്ടാൻ ബാക്കിയുണ്ടോ? സർക്കാർ ഓൾറെഡി ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. വാക്സിൻ എടുക്കാത്തവർക്ക് അസുഖം വന്നാൽ സർക്കാർ നോക്കില്ല, സ്വന്തം നോക്കിക്കോളാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ കപ്പലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്ചാർജ് ഓപ്പറേഷൻ 2-3 കാർഗോ ഹോൾഡിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഗോ ഹോൾഡിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യണമെന്നുള്ളത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കരുത്. ഇപ്പോൾ ആ ഡിസ്ചാർജ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കാർഗോ ഹോൾഡിനകത്ത് നിന്ന് ബുൾഡോസറിനെ പുറത്തേക്ക് എടുത്തിട്ട് അത് പോർട്ടിലേക്ക് മാറ്റുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ബുൾഡോസർ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആദ്യം ഈ കാർഗോ ക്രെയിൻ കൊണ്ട് ഗ്രാബ് കൊണ്ടാണല്ലോ എല്ലാം അങ്ങനെ വലിച്ചെടുത്ത് പുറത്തേക്കിടും. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാബിന് കിട്ടാണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക, ബുൾഡോസറിനെ ഡും എന്നും പറഞ്ഞിട്ട് കാർഗോ ഹോളിലേക്ക് ഇടുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബുൾഡോസർ ഇതിങ്ങനെ ഞരക്കി ഒരു കൂമ്പാരാക്കും. എന്നിട്ട് ഈ ഗ്രാബ് കൊണ്ട് മെല്ലെ വലിച്ചിട്ട് വീണ്ടും ആ കൺവെയർ ബെൽറ്റിലേക്ക് ഇടും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ ഹോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജിങ് കഴിഞ്ഞു, ബുൾഡോസറിൻ്റെ പണി കഴിഞ്ഞു. ബുൾഡോസറിനെ അപ്പുറത്തേക്ക് വെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാബുകാരൻ എന്ത് ചെയ്യും, ഈ ഗ്രാബും കൊണ്ട് അടുത്ത ഹോൾഡിലേക്ക് പോയിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. അവിടുത്തെ ഇതുപോലെ ഗ്രാബിന് കിട്ടാണ്ടാകുമ്പോൾ ഇതേ ബുൾഡോസറിനെ പിടിച്ച് വീണ്ടും അങ്ങോട്ട് ഇടും. വീണ്ടും നമ്മൾ ബുൾഡോസറിനെ വീണ്ടും അതിനെങ്ങനെ കൊരി കൂനയാക്കും. പിന്നെ ആ കൂരയിൽ നിന്ന് മെല്ലെ വലിച്ചിട്ട് ഇങ്ങോട്ട് നമ്മുടെ കൺവെയർ ബെൽറ്റിലേക്ക് ഇടും. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ ഇവിടെ കാർഗോ ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഷിപ്പിൻ്റെ സൈഡിൽ പോളിഷിങ് പരിപാടി നടക്കുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക വെച്ചാൽ, പോളിഷിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കപ്പലിൻ്റെ സൈഡിൽ ബേർണക്കിൾസ് എന്നൊക്കെ പറയും. ബേർണക്കിൾസ് എന്ന് പറഞ്ഞാൽ സീ ഗ്രോത്ത് എന്നൊക്കെ പറയും. ഈ ബോട്ട് കുറേ ഒരു സാധനം വെള്ളത്തിനടിയിൽ കുറേ കാലിട്ട് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പറ്റി പിടിച്ച് വരില്ലേ, അതുണ്ടായിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ആ സ്പീഡ് കുറഞ്ഞത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ റിമോട്ട്, ഇപ്പോൾ എന്താ പറയുക, ഒരു ഡ്രോൺ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അത് മൊത്തം ചുരണ്ടി കളയണ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, കാർഗോ ഡിസ്ചാർജിങ് വേറെ സൈഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ തിരക്കുള്ളൊരു പോർട്ടായിരുന്നു റോട്ടർഡാം എന്ന് പറഞ്ഞത്. ഇനി ഈ റോട്ടർഡാമിൽ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും അടുത്ത പോർട്ടിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോഡ് പോർട്ട് കൺഫർമേഷൻ ആയിട്ടില്ല. ഇവിടുന്ന് വിട്ടാൽ ഉടനെ ഈ പരിപാടി തീർന്നതിന് മുമ്പ് തന്നെ എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡിസ്ചാർജ് ബോട്ടൊക്കെ ആകുമ്പോഴേക്ക് നാട്ടിൽ വരാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ കപ്പിത്താൻ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കണത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക്, ഇതാണ് നമ്മളുടെ ഓഫീസേഴ്സിൻ്റെ മെസ് റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇവിടെ. ഈ 4 ഞങ്ങൾ ടോപ്പ് 4-നുള്ളതും അപ്പുറത്തുള്ളത് നമ്മുടെ ജൂനിയർ ഓഫീസേഴ്സിനുള്ളതുമാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും നമുക്ക് തിന്നാനുള്ളത് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട് അല്ലേ. സാധാരണ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഫ്രിഡ്ജ്, നല്ല ഫുഡൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത്. യോഗട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിൽ തൊട്ട് താഴെ വെച്ചിട്ടുണ്ട്. യോഗട്ട് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മുടെ തൈരിൽ പഞ്ചസാരട്ടുന്ന സാധനമാണ് യോഗട്ട്. ബ്രെഡ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, പിന്നെ കുറേ മിൽക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് കുറേ പേർക്ക് ഈ രാത്രി മുട്ട കഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് താഴെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തിന്നാൻ അടിപൊളി. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഈ കപ്പലിൽ വന്നിട്ട് തടി ഇങ്ങനെ കൂടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ കാരണം എന്നുള്ളത്. ഇജാതി ജ്യൂസും മുട്ടയും പാലും തേനും വാങ്ങിയൊക്കെ പട തന്ന മനുഷ്യൻ തടി കൂടാണ്ടിരിക്കുമോ? അപ്പോൾ അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലത്തിനൊരു കോഫി കുടിക്കാം. ഇപ്പോൾ ഞാനൊരു ഫുഡ് അടിക്കാനുള്ള മൂഡിലല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. വീണ്ടും ഒരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ, as usual and as always, chase your dreams. See you with another video. Goodbye.